എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രണാമം. ശ്രീകൃഷ്ണ പാതാരവിന്ദത്തിൽ ഇന്നത്തെ പൂജയും നാരായണീയവും സമർപ്പിച്ചിരിക്കുന്നത് ഉമാഡിങ്കൽ എന്ന ഭക്തയാണ്. ഉമാഡിങ്കലിനും കുടുംബത്തിനും ഭഗവാനിൽ നിന്നും എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാരായണീയ പാരായണത്തിലേക്ക് കടക്കാം. ഇന്ന് പാരായണം ചെയ്യുന്നത് നാരായണീയം 2-ാം ദശകം. ഭഗവത് രൂപവർണ്ണനവും മോക്ഷമാർഗങ്ങളും ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. സൂര്യസ്പർദ്ധികിരീടമൂർധ്വത്തിലകപ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം പുനാസാപുടം കണ്ഠോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാര കടലശ്രീവത്സദീപ്രം ഭജേ. സൂര്യബിംബം പോലെ പ്രകാശിക്കുന്ന കിരീടത്തോടു കൂടിയവനും ഗോപിക്കുറി കൊണ്ട് പ്രകാശിക്കുന്ന ബാലദേശമുള്ളവനും കരുണാപാരവശ്യം നിറഞ്ഞ കണ്ണുകളോടു കൂടിയവനും ആർദ്രമായ മന്ദഹാസത്താൽ ഉല്ലസിക്കുന്ന മനോഹാരിത തികഞ്ഞ നാസികയോടു കൂടിയവനും കവിളുകളിൽ ഞെളിലിക്കുന്ന മകരകാന്തി പ്രവഹിക്കുന്ന കുണ്ടലങ്ങളുള്ളവനും ഗളത്തിൽ ഉജ്ജ്വലിക്കുന്ന കൗസ്തുഭരക്തം ധരിച്ചവനും വനമാല, മുത്തുമാലക്കൂട്ടങ്ങൾ, ശ്രീവത്സം എന്നു പേരായ മറുക് എന്നിവയാൽ പ്രകാശം ചൊരിയുന്നവനുമായ അങ്ങയുടെ കോമള രൂപത്തെ ഞാൻ ഭജിക്കുന്നു. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലിയാംഗിത ശ്രീമദ്ബാഹുചതുഷ്ട തംഗത ഗദാശംഖാരി പങ്കേരുഹാം കാഞ്ചിൽ കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൽ പീതാംബരാലംബിനീ ആലംബേ വിമലാംബുജദ്വിതിപദാം മൂർത്തിം തവാർത്തിച്ചിദം. കേയൂരം, അങ്കദം, കൈവളകൾ, ഉത്തമ രക്തനിർമ്മിതങ്ങളായ മോതിരങ്ങൾ എന്നിവയാൽ അലങ്കൃതമായ 4 തൃക്കരങ്ങളിൽ ഗദ, ശംഖ്, ചക്രം, താമരപ്പൂവ് എന്നിവ ധരിച്ചും സ്വർണ്ണ നിർമ്മിതമായ അരഞ്ഞാണും മഞ്ഞപ്പട്ടും ധരിച്ചും പരിശുദ്ധമായ താമരപ്പൂവിനൊത്ത പ്രകാശം ഉള്ള പാദങ്ങളോട് കൂടിയതും സർവ ദുഃഖകരവും അവർണ്ണനീയവുമായ അങ്ങയുടെ മൂർത്തിയെ ഞാൻ ഏകാവലംബമാക്കുന്നു. യത്രൈലോക്യമഹീയസോ അപി മഹിതം സമോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരതോ അഭി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം കൃഷ്ണാദി വിഷ്ണു വിഭോ. അങ്ങയുടെ പവിത്ര സ്വരൂപം ത്രിലോകങ്ങളിൽ ഉത്കൃഷ്ടമായ വസ്തുക്കളെക്കാൾ അധികം ഉത്കൃഷ്ടവും മനോഹരങ്ങളായവയേക്കാൾ മോഹനവും കാന്തിയുടെ നിവാസ സങ്കേതങ്ങളെക്കാൾ കാന്തിയുള്ളതും മാധുര്യമുണ്ടാക്കുന്ന വസ്തുക്കളെക്കാൾ കൂടുതൽ മധുരവും വിശ്വോത്തര സൗന്ദര്യ സാധനങ്ങളെക്കാൾ സൗന്ദര്യമുള്ളതും ആശ്ചര്യകരങ്ങളായവയേക്കാൾ ആശ്ചര്യമുളവാക്കുന്നതും ആകുന്നു. അങ്ങനെ ആ രൂപം ഹേ മഹാവിഷ്ണു ഈ ലോകത്തിൽ ആർക്ക് കൗതുകമുണ്ടാക്കുകയില്ല. തഥാദൃക്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ താ ദേവി പരമോത്തുക ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാപദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക
പ്രേമസ്ഥൈര്യമയാത ചാബലബലാച്ച പല്യവാർത്തോ അത്രമാത്രം മധുരാത്മകമായ അങ്ങയുടെ ശരീരം പ്രാപിച്ചവളും ഐശ്വര്യദായിനിയുമായ ലക്ഷ്മീദേവി അങ്ങയിൽ ഏറ്റവും താല്പര്യമുള്ളത് മൂലം സ്വഭക്തന്മാരിൽ പോലും ചിരകാലം വസിക്കുന്നില്ല. ഒന്നുകൊണ്ടും ചലനം ബാധിക്കാത്ത ഭഗവാനെ അങ്ങയുടെ രൂപസൗന്ദര്യത്തിലുള്ള ദൃഢപ്രേമത്തിൽ ചപലതയോ ചലനമോ ഇല്ലാത്തത് മൂലം ലക്ഷ്മീദേവിയെ ചപലയാണെന്ന് പറയുന്നു. കഷ്ടം കഷ്ടം. ലക്ഷ്മീ സ്ഥാവകരാമണീയ ഹൃദയം പരേഷു സ്ഥിരേ തസ്മിന്നന്യദപി പ്രമാണമധുനാ വക്യാമി ലക്ഷ്മീപദേ യേ ത്വദ്ഗാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്തിഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവദത്താദരാ. ലക്ഷ്മീകാന്തനായ മഹാവിഷ്ണു അങ്ങയുടെ രാമണീയകത്താൽ ആകൃഷ്ടമായതുകൊണ്ടാണ് ലക്ഷ്മീദേവി അന്യരിൽ അസ്ഥിരയായിരിക്കുന്നതെന്ന പ്രസ്താവത്തിന് മറ്റൊരു തെളിവ് കൂടി ഞാൻ പറയാം. അങ്ങയെ ധ്യാനിച്ചും ഗുണഗണങ്ങൾ തീർച്ചയായിട്ടുണ്ടാക്കുന്ന രസത്തിൽ ഒഴുകിയിരിക്കുന്ന അങ്ങയുടെ ഭക്തന്മാരിൽ ഭർത്താവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ബദ്ധശ്രദ്ധയായ ലക്ഷ്മീദേവി സ്ഥിരയായി വസിക്കുന്നു. ഏവം ഭൂതമനോജ്ഞദാനവസുധാ നിഷ്യന്ത തന്തോഹനം ത്വദ്രൂപം പരച്ചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം തഥ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ജയത്യം ഗകം വ്യാസിഞ്ചിത്യഭീഷിതബാഷ്പവിസരൈരാനന്ദ മൂർത്തോദ്ഭവൈ. ഇങ്ങനെ മനോജ്ഞവും ശരീരകാന്തിയാകുന്ന അമൃതപ്രവാഹം വർഷിക്കുന്നതും പരമാനന്ദരസം നിറഞ്ഞതും ചേതോഹരവുമായ അങ്ങയുടെ സ്വരൂപം അതിനെപ്പറ്റി കേൾക്കുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നു. അവർ ആനന്ദപരവശരും രോമാഞ്ച ശരീരികളും ആയിത്തീർന്ന് ആനന്ദമൂർച്ചയിൽ ഉത്ഭവിച്ച തണുത്ത കണ്ണുനീർ പ്രവാഹത്താൽ സ്വയം നനയ്ക്കപ്പെടും. ഏവം ഭൂതതയാഹി ഭക്തൈർഭിഹിതോ യോഗസ്യ യോഗദ്വയാ കർമ്മജ്ഞാനമയാ പുരുഷോത്തമതരോ യോഗീശ്വരർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാ വല്ലഭ. ഇപ്രകാരം ഭക്തി എന്നു പേരായ ആ മോക്ഷമാർഗം കർമ്മം, ജ്ഞാനം എന്നീ മറ്റു രണ്ട് മോക്ഷയോഗങ്ങളെക്കാൾ കൂടുതൽ ഉത്തമമാണെന്ന് യോഗി ശ്രേഷ്ഠന്മാർ പ്രകീർത്തിച്ച് പറയുന്നു. ഹേ രമാകാന്ത, സൗന്ദര്യമാകുന്ന ഏക ഗുണമുള്ള അങ്ങയിൽ ഉജ്ജ്വല പ്രേമാത്മികമായ ആ ഭക്തിയോഗം സർവജനങ്ങൾക്കും അനായാസം ലഭിക്കുന്നു. നിഷ്കാമം യദസ്വധർമ്മചരണം യൽ കർമ്മയോഗാഭിധം തദ്ദുരേത്യഫലം
യദൗപരിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിത്യവും നിയതവുമായ കർമ്മയോഗ ധർമ്മത്തിൻ്റെ ഫലപ്രാപ്തിക്കുള്ള ആഗ്രഹം കൂടാതെയുള്ള ആചരണം മിക്കവാറും അസാധ്യം തന്നെയാണ്. ഉപനിഷത്തുകളിൽ വിശദീകരിച്ചിട്ടുള്ളതും ബ്രഹ്മജ്ഞാനം കൊണ്ട് നേടേണ്ടതുമായ പരമപദമാകട്ടെ എല്ലാ വശങ്ങളിലും അവ്യക്തമായിരിക്കുന്നതിനാൽ ഹൃദയത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്തതാകും. ഹേ സർവശക്തനായ മഹാവിഷ്ണു, അക്കാരണത്താൽ അങ്ങയിൽ പ്രേമരൂപത്തിലുള്ള ഭക്തി എപ്പോഴും മധുരതരവും ശ്രേയസ്കരവുമാണ്. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യതിരന്മല ബോധേ ഭക്തിപദേ അഥവാപ്യുചിതദാത്മായാന്തികിം താവതാ ദൃഷ്ട്വാ തർക്കപദേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്രാർദ്രത്വമൃതേ വിചിന്യ ബഹുഭീ സിദ്ധ്യന്തി ജന്മാന്തരേ. അത്യധ്വാനമുളവാക്കുന്ന ആചരിച്ച് നിർമ്മല ചിത്തരായി തീർന്നവർ ജ്ഞാനമാർഗത്തിൽ അഥവാ ഭക്തിമാർഗത്തിൽ മാന്യരായി ഭവിക്കുന്നു. അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. മറ്റു ചിലർ അങ്ങയെ പ്രാപിക്കാൻ വേണ്ടി യുക്തിമാർഗം സ്വീകരിക്കുന്നു. അവർ കുറേക്കാലം ക്ലേശിച്ച മനസ്സിന് ഒരിക്കലും ആർദ്രത കൈവരാതെ ബ്രഹ്മമെന്ന പേരിലുള്ള അങ്ങയുടെ നിർഗുണ സ്വരൂപത്തെ ധ്യാനിക്കുകയും അനേകം ജന്മങ്ങൾക്ക് ശേഷം സായുജ്യം നേടുകയും ചെയ്തു. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഞ്ജരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീമക്ലേശതസ്തന്വതീ സത്യസിദ്ധികരീ ജയത്യൈ വിഭോ തൈവാസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢിരസാർദ്രതായ ദ്രുതതരം വാതാലയാധീശ്വര വാദാലയാധീശ്വര വാദാലയാധീശ്വര. അങ്ങയോടുള്ള ഭക്തി അത്തരത്തിൽ ഫലമുണ്ടാകുന്നതല്ല. ഭഗവാന്റെ കഥകൾ കേട്ട് ആനന്ദാമൃതത്തിൽ മുങ്ങുമ്പോൾ തന്നെ സിദ്ധമാകുന്നതും അനായാസം പവിത്ര ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതും എളുപ്പത്തിൽ അത്യന്തിലക്ഷ്യമായ മോക്ഷമാർഗം പ്രദാനം ചെയ്യുന്നതുമായ ആ ഭക്തി എല്ലാറ്റിലും ശ്രേഷ്ഠമാണ്. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ചരണങ്ങളിലുണ്ടാകുന്ന പ്രേമത്തിൽ നിന്നും മാത്രം സംജാതമാകുന്ന ആ ഹൃദയാർദ്രത എനിക്ക് വേഗത്തിൽ ലഭിക്കണം. യോഗീന്ദ്രാണാം തുതങ്കേഷ്വാധികസുമധുരം മുക്തിഭാജാം നിവാസ്തോ ഭക്താനാം കാമവർഷദ്യുതരിവിസലയം നാഥാത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ
പുണ്യസിന്ധോ കൃത്വാ നിശേഷതാവാൻ പ്രതിശതു പരമാനന്ദ തന്തോ ലക്ഷ്മിം അജ്ഞാത്വാദേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേധ സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാൽ ദ്വേദാ നാരായണീയം ശ്രുതി കുജജനുഷ തുത്യദാ വർണ്ണനേ പീതം ലീലാവതാരൈ രിതമിഹ പുരുദായുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം ഇന്നത്തെ നാരായണീയ പാരായണം ഇവിടെ സമർപ്പിക്കുന്നു. ഇന്നത്തെ നാരായണീയ പാരായണവും ശ്രീകൃഷ്ണ പാതാരവിന്ദത്തിലെ പൂജയും സമർപ്പിച്ചിരിക്കുന്നത് ഉമാഡിങ്കിൽ എന്ന ഒരു ഭക്തയാണ്. ഉമാഡിങ്കലിനും കുടുംബത്തിനും എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹവും ഭഗവാനിൽ നിന്നും എല്ലായ്പ്പോഴും അനവരതം ഒഴുകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി പ്രണാമം. അടുത്ത അധ്യായം നമുക്കിതേപോലെ കേൾക്കുന്നത് വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രണാമം. നാരായണീയവും ശ്രീകൃഷ്ണ പാതാരബന്ധത്തിലെ പൂജയും സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 751 രൂപ ഗൂഗിൾ പേ ചെയ്ത് രസീതാക്കിയാൽ മാത്രം മതിയാകും. ഏത് ദിവസമായിരിക്കും അത് നടത്തണമെന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആ ദിവസം ഇതേപോലെ നിങ്ങളുടെ പേരിൽ നാരായണീയം പാടി സമർപ്പിക്കുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും കാണാം.